السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ. മനുഷ്യന് ഏറ്റവും നല്ല സൃഷ്ടിപ്പാണെന്നും അള്ളാഹു ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. വിതൗട്ട് ഡിഫക്ട്സ്, സീറോ ഡിഫക്റ്റ് ആയിക്കൊണ്ടാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത്. അത്ര പെർഫെക്ഷനാണ് ആ മനുഷ്യ സൃഷ്ടിയിൽ. ആ മനുഷ്യ സൃഷ്ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രൗഡോടുകൂടി ഡിക്ലെയർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിപ്രകാരമാണ്: വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹറി വറസഖ്നാഹും മിനൽ തയ്യിബാതി വഫളൽനാഹും അലാ കസീറിൻ മിമ്മൻ ഖലഖ്നാഹു തഫ്സീല. നിശ്ചയമായും നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു. കരയിലും കടലിലും അവർക്ക് നല്ല വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. നല്ല പദാർത്ഥങ്ങൾ ആഹാരമായി നൽകുകയും ചെയ്തു. നമ്മുടെ നിരവധി സൃഷ്ടികളെക്കാൾ അവരെ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ്റെ ചില ഡിഫക്ട്സും ക്വാളിറ്റിയും പറയുന്നത് ഇപ്രകാരമാണ്: വയദുൽ ഇൻസാനു ബിശർരി ദുആഉ ഫി ഖൈർ വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏറെ ധൃതിക്കാരനത്രേ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഖുലിക്കൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യൻ ജന്മനാ തന്നെ ധൃതിക്കാരനാണ്. ചില മനുഷ്യന്മാരുടെ ക്വാളിറ്റി മറ്റൊന്നാണ്: ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലഖനൂദ് വഇന്നഹു അലാ ദാലിക ലശദീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈറി ലശദീദ്. മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അശേഷം നന്ദിയില്ലാത്തവനാണ്. അവൻ തന്നെ അതിന് സാക്ഷിയുമാണ്. അവൻ ധനത്തോടും പ്രതാപത്തോടുമുള്ള പ്രേമത്തിനും വഷളാവണ്ണം വീണുപോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല. വി ആർ അക്കൗണ്ടബിൾ. ദർ ഈസ് എ പർപ്പസ് ബിഹൈൻഡ് അവർ ക്രിയേഷൻ. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അയഹ്സബുൽ ഇൻസാന് അൻ യുത്രക സുദാ. മനുഷ്യനെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? മറ്റൊരു സ്ഥലത്ത് സൂറ അൽ മുഅ്മിനൂനിലെ 115 ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അഫ ഹസിബിത്തും അന്നമാ ഖലഖ്നാകും അബസ. നിങ്ങളെ അലക്ഷ്യമായി സൃഷ്ടിച്ചു വിട്ടേക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര തന്നെ ലഭിച്ചാലും രണ്ടാമതൊന്ന് കൊതിക്കും. 2 എണ്ണം കിട്ടിയാൽ മൂന്നാമത്തേതിന് വേണ്ടി ശ്രമിക്കും. മനുഷ്യൻ്റെ വയറ് നിറക്കാൻ മണ്ണിനല്ലാതെ സാധ്യമല്ല. എന്നാൽ പശ്ചാത്തപിക്കുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കും. മനുഷ്യത്വം അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ നിക്ഷേപിച്ചതാണ്. ഒരു കഥയുണ്ട്, സംഭവിച്ച ഒരു കഥ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഹൃദയസ്പർശിയായ സംഭവം അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. വീടും നാടും വിട്ട് പല ദൂര ദിക്കുകളിലൊക്കെ കറങ്ങി അവസാനം ഇന്ന് പാകിസ്ഥാനുള്ള കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്കുള്ള യാത്രയിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സ് കാണുന്നില്ല. അത് പോക്കറ്റടിച്ച് പോയിട്ടുണ്ട്. പൈസ ഇല്ല എന്ന് ഹോട്ടൽ ഉടമയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു: അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങളിവിടെ ജോലി ചെയ്യേണ്ടി വരും, വസ്ത്രമൂര് എന്ന് പറഞ്ഞു. ജുബ്ബ ധരിച്ച ബഷീർ ജുബ്ബ ഊരുന്ന സമയത്ത് ഒരു തെണ്ടിയായ ഒരാൾ കടന്നു വന്ന് പറഞ്ഞു: അങ്ങനെ മാന്യന്മാരോട് അങ്ങനെ പെരുമാറരുത്, എന്താണ് അദ്ദേഹത്തിന് തരാനുള്ള പൈസ എത്രയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആ പൈസ കൊടുത്തു. ബഷീറിനെ കുട്ടി പുറത്തേക്ക് പോയി. അവിടെ വെച്ച് ഒരുപാട് പേഴ്സുകൾ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ബഷീറിനോട് ചോദിച്ചു ആ പോക്കറ്റടിക്കാരൻ, ഇതിൽ താങ്കളുടെ പേഴ്സ് ഏതാണെന്ന്. തൻ്റെ പേഴ്സ് കണ്ടിട്ട് പോലും ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു: ഇല്ല, എൻ്റെ പേഴ്സ് ഇതിലില്ല എന്ന്. കാരണം തൻ്റെ അഭിമാനം രക്ഷിച്ച ആ കള്ളൻ മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ ആ പോക്കറ്റടിക്കാരൻ്റെ അഭിമാനവും മഹാനായ ബഷീർ സംരക്ഷിച്ചതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.